നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ചിക്കറിയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആസ്ട്രേസി കുടുംബത്തിലെ സിക്കോറിയം ജനുസിലെ ഒരു സസ്യമാണ് ചിക്കറി അഥവാ ചിക്കോറി. ഒരിനം ഔഷധ സസ്യമാണിത്. കാപ്പിയുടെ ഒപ്പം നമ്മൾ പണ്ടു മുതലേ കേട്ടുവരുന്ന ഒരു പേരാണ് ചിക്കോറി. യഥാർത്ഥത്തിൽ കാപ്പിപ്പൊടിയിൽ ചേർക്കുന്ന ഒരു മായമാണ് ചിക്കോറി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ദോഷഫലങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ചിക്കോറി നമ്മുടെ കാപ്പിക്കുടിയുടെ ഭാഗമായിട്ട് മാറി. അങ്ങനെ ഈ പേര് നമുക്കെല്ലാവർക്കും പരിചിതമാണെങ്കിലും ചിക്കറി എന്ന സസ്യത്തെക്കുറിച്ച് മലയാളിക്ക് കാര്യമായി അറിയാനായിട്ടുള്ള സാധ്യതയില്ല. ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം സിച്ചോറിയം ഇൻഡിബസ് എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിനെ ചിക്കറി എന്നും ചിക്കോറി എന്നും വിളിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ചിക്കറി, ബ്ലൂ സെയിലേഴ്സ്, സക്കറി, കോഫി വീഡ്, ബ്ലൂ ഡെയ്സി, ബ്ലൂ വീഡ്, ബങ്ക്, ഹോഴ്സ് വീഡ് എന്നൊക്കെ വിളിക്കാറുണ്ട്. സംസ്കൃതത്തിൽ ഇതിനെ കാസിനി എന്നാണ് വിളിക്കുക. ഹിന്ദിയിൽ ഇതിനെ കാസിനി എന്നും ഹിന്ദുബ എന്നും വിളിക്കാറുണ്ട്. കന്നഡ ഭാഷയിൽ ഇതിനെ ചിക്കോരി എന്നാണ് വിളിക്കുക. തെലുങ്ക് ഭാഷയിൽ ഇതിനെ കാസിനി എന്നും വിട്ടലു എന്നും വിളിക്കാറുണ്ട്. തമിഴിൽ ഇതിനെ ചിക്കരി എന്നാണ് പറയുക. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. പടിഞ്ഞാറൻ ഏഷ്യ, വടക്കേ ആഫ്രിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിലാണ് ചിക്കറിയുടെ ജന്മനാടായിട്ട് കണക്കാക്കുക. ഈ ചെടിക്ക് പുരാതന ഈജിപ്തിൽ വലിയ പ്രചാരമുണ്ടായിരുന്നു. ഇപ്പോൾ ഇറ്റലി, നെതർലാൻഡ്, ബെൽജിയം, ഫ്രാൻസ്, ജർമ്മനി, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ സ്വാഭാവികമായും കൃഷിയായും ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ വളരെ കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമേ ചിക്കറി ഉൽപ്പാദനമുള്ളൂ. ഉത്തർപ്രദേശ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലാണ് കൂടുതലായിട്ട് ഉൽപ്പാദനമുള്ളത്. അത് കൂടാതെ കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കാശ്മീർ, പഞ്ചാബ് എന്നിവിടങ്ങളിലൊക്കെ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ രൂപവരണത്തെ നോക്കാം. ചിക്കറി ഒരു ബഹുവർഷിയായ ചെടിയാണ്. ശീതകാല വിളയാണ്. ഇവ 1 മുതൽ 1.5 മീറ്റർ വരെ ഉയരത്തിൽ വളരാറുണ്ട്. ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിലാണ് ഇത് പൂവിടുക. പൊതുവെ പൂക്കൾക്ക് നീല നിറമാണെങ്കിലും വെള്ള, പിങ്ക് എന്നീ നിറങ്ങളിലും പൂക്കൾ ഉണ്ടാകാറുണ്ട്. പൂക്കൾക്ക് 2 മുതൽ 4 സെൻറ്റിമീറ്റർ വരെ വലിപ്പം ഉണ്ടാകാറുണ്ട്. പൂക്കൾ ഏതാണ്ട് ഇലകളില്ലാത്ത ശാഖകളിലോ ഇലകളുടെ കക്ഷങ്ങളിലോ കൂട്ടമായോ ഒറ്റയ്ക്കൊക്കെ ഉണ്ടാകാറുണ്ട്. ഇലകൾ ദീർഘവൃത്താകൃതിയിലുള്ള കുന്താകൃതിയിലുള്ളതാണ്. താഴത്തെ ഇലകൾ അല്പം കൂടുതലായിട്ട് വൃത്താകൃതിയിലുള്ളതാണ്. വേരുകൾ പശുവിൻ്റെ വാലുകൾ പോലെയാണ്. മാംസളമായതിനാൽ വേരുകൾക്ക് പുറമേ തവിട്ട് നിറവും ഉള്ളിൽ വെളുത്ത നിറവുമാണ്. ഈ വേരുകൾക്ക് ഏതാണ്ട് 2.5 അടി നീളവും കയ്പേറിയ രുചിയുമൊക്കെയാണുള്ളത്. ഇനങ്ങളെ നോക്കാം. ചിക്കറി പ്രധാനമായിട്ടും റൂട്ട് ചിക്കറി, ലീഫ് ചിക്കറി അഥവാ ഗ്രീൻസ് ചിക്കറി എന്നിങ്ങനെ 2 ഇനങ്ങളുണ്ട്. ഗ്രീൻസ് ചിക്കറി വളർത്തുന്നത് ഇലകളുടെ ആവശ്യത്തിന് വേണ്ടിയും റൂട്ട് ചിക്കറി വളർത്തുന്നത് കാപ്പിപ്പൊടിയിൽ അല്ലെങ്കിൽ ഔഷധങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുമാണ്. വിറ്റ് ലൂഫ് എന്നറിയപ്പെടുന്ന ഇനം വലിയ വേരുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ അത് കാപ്പിയിൽ ഉപയോഗപ്പെടുത്താനായിട്ടാണ് കൃഷി ചെയ്തു വരിക. ഇലകൾക്ക് വേണ്ടി വളർത്തുന്ന ഇനങ്ങളാണ് റോസ ഡി ട്രവിസോ, റോസ ഡി വെറോണ, ഫയർബേഡ് എന്നിവ. പൊതു ഉപയോഗങ്ങളെ നോക്കാം. പല ആയുർവേദ ഗുണങ്ങളും ഉള്ള ഇതിൻ്റെ ഇലയും വേരും ഭക്ഷ്യയോഗ്യമാണ്. വേരെന്ന് വെച്ചാൽ കിഴങ്ങ്. അധിക നിറവും കട്ടിയും തോന്നിപ്പിക്കാനും ചെറിയ കയ്പരസം ഉളവാക്കാനും കാപ്പിപ്പൊടിയിൽ ചേർക്കുന്ന ഒരു തരം സുഗന്ധദ്രവ്യമായിട്ട് ഇതിനെ കണക്കാക്കാം. ചിക്കോറിയുടെ വേരിലാണ് ഈ സവിശേഷത മുഴുവൻ അടങ്ങിയിരിക്കുക. ചിക്കോറിയുടെ വേര് ഉണക്കിപ്പൊടിച്ച് ചേർക്കുകയാണ്, കാപ്പിയിൽ ചേർക്കുകയാണ് പതിവ്. ഇന്ത്യൻ ഫിൽറ്റർ കോഫിയിൽ 30% വരെ ചിക്കറി ഉപയോഗിക്കുന്നുണ്ട്. പശു വളർത്തൽ കേന്ദ്രങ്ങളിൽ ചിക്കറി വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തി പശുക്കൾക്ക് നൽകാറുണ്ട്. ഇതിൻ്റെ ഇല സാലഡ്, മറ്റ് ഇലക്കറികൾ മുതലായവയ്ക്കൊക്കെ ഭക്ഷ്യമായിട്ട് ഉപയോഗിക്കാറുണ്ട്. എങ്കിലും നമ്മുടെ നാട്ടിൽ ഇത് ഇല അധികം ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാറില്ല. വിദേശങ്ങളിൽ ഇല കണ്ടമാനം ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ കിഴങ്ങ് അല്ലെങ്കിൽ വേരാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. രാസഘടകങ്ങളെ നോക്കാം. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, വിറ്റാമിൻ കെ, വിറ്റാമിൻ എ, വിറ്റാമിൻ സി,
ചില ബി വിറ്റാമിനുകൾ, മാംഗനീസ്, വിറ്റാമിൻ ഇ, കാൽസ്യം എന്നിവ ചിക്കറിയിലുണ്ട്. ഔഷധ മൂല്യത്തെ നോക്കാം. ഹൃദയാരോഗ്യം, മുട്ടിൻ്റെ തേയ്മാനം, സ്ട്രെസ്സ്, കരൾ സംരക്ഷണം, പ്രമേഹം, രക്തത്തെയും കരളിനെയും ശുദ്ധീകരിക്കൽ, മലബന്ധം, പിത്തസഞ്ചി തകരാറുകൾ, ക്യാൻസർ, ത്വക്ക് വീക്കം, വിശപ്പില്ലായ്മ, വയറുവേദന എന്നിവയ്ക്കൊക്കെ വിവിധ നാടുകളിൽ നാട്ടുമരുന്നായി ചിക്കറി പല വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ചരിത്രം നോക്കാം. പടിഞ്ഞാറൻ ഏഷ്യ, വടക്കേ ആഫ്രിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിലാണ് ചിക്കറി ആരംഭിച്ചത് എന്നാണ് വിചാരിക്കുക. ഈ ചെടിക്ക് പുരാതന ഈജിപ്തിൽ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. വിദേശികളാണ് ഭാരതത്തിലേക്ക് ഇത് ചിക്കോറി സമ്മാനിച്ചത്. യൂറോപ്യൻ മേഖലകളിൽ കാലങ്ങളായി കാപ്പിപ്പൊടിയിൽ ഉണക്കിപ്പൊടിച്ച് യോജിപ്പിക്കുന്നത് വളരെ കാലങ്ങളായി പ്രചാരത്തിൽ വരികയും കാലക്രമേണ കാപ്പി കൃഷിക്ക് പ്രാധാന്യമുള്ള നമ്മുടെ ഇന്ത്യയിലേക്ക് ആ പ്രയോഗശൈലി പ്രചാരത്തിലാവുകയും ചെയ്തു. 1950 വരെ ഈ പ്രയോഗശൈലി മാത്രമാണ് നമുക്കുണ്ടായിരുന്നത്. അതിനുശേഷം യൂറോപ്യൻസ് ഇന്ത്യയിൽ ഇവ കൃഷി ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി. അതുവരെ അത് ഇറക്കുമതി ചെയ്യുമായിരുന്നു. ആദ്യമായിട്ട് ഇത് കൃഷി ചെയ്തത് സൗത്ത് ഇന്ത്യയിലാണ് തുടങ്ങിയത്. പിന്നീട് നെസ്ലെ കമ്പനി അവരുടെ കോഫി ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കോറിയുടെ ഉൽപ്പാദനം ഇന്ത്യയിൽ പ്രചാരത്തിലാക്കുകയും അങ്ങനെ അത് ഒരു മാർക്കറ്റ് ഉണ്ടാവുകയൊക്കെ ചെയ്തു. കൃഷിയുടെ കാര്യങ്ങളെ നോക്കാം. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കാത്ത മണ്ണിലാണ് ഇത് നന്നായി വളരുന്നത്. ക്യാരറ്റ്, സവാള, തക്കാളി, കടുക്, നിലക്കടല, ബീൻസ് എന്നിവയെല്ലാം വളർത്തുന്ന അതേ മണ്ണിൻ്റെ സ്വഭാവവും കാലാവസ്ഥയും സാഹചര്യങ്ങളും ഒക്കെയാണ് ചിക്കറിക്കും ആവശ്യമുള്ളത്. ഏകദേശം 7 ഡിഗ്രി സെൽഷ്യസിനും 30 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള അന്തരീക്ഷ താപനിലയിലാണ് ചിക്കറി വളർത്താനായിട്ട് ആവശ്യമുള്ളത്. അത് 24 വരെയാണ് ഏറ്റവും നല്ലത്. 85 മുതൽ 100 ദിവസങ്ങൾക്ക് ശേഷമാണ് വിളവെടുപ്പ് നടത്തുക. വേരുകൾക്ക് വേണ്ടിയാണ് വളർത്തുന്നത് എങ്കിൽ നല്ല വെയിലുള്ള സ്ഥലത്തും, ഇലകൾക്ക് വേണ്ടിയാണ് വളർത്തുന്നതെങ്കിൽ പകുതി തണലുള്ള സ്ഥലത്തുമാണ് വളർത്താൻ നല്ലത്. വിത്ത് മുളപ്പിക്കാൻ ആവശ്യമായ അനുകൂലമായ താപനില എന്ന് പറയുന്നത് 25 ഡിഗ്രി തുടങ്ങി 30 ഡിഗ്രി വരെയുള്ള സെൽഷ്യസാണ്. ചിക്കറിയുടെ വിത്തുകൾ 9 ഇഞ്ച് മുതൽ 1.5 അടി വരെ അകലത്തിലും 1.5 ഇഞ്ച് ആഴത്തിലുമാണ് വിതയ്ക്കുന്നത്. മുളയ്ക്കാനുള്ള കാലയളവ് 2 മുതൽ 4 ആഴ്ചയാണ്. ഇളം കായ്കൾ 7 ആഴ്ചകൾക്ക് ശേഷം വിളവെടുക്കാം. ഇലകൾ പച്ചയായി കഴിക്കാനാണെങ്കിൽ ഇലകളുടെ മധ്യഭാഗത്തുള്ള നാര്, അതായത് സാലഡിലൊക്കെ പച്ചയ്ക്ക് ഉപയോഗിക്കാനാണെങ്കിൽ അതിൻ്റെ മധ്യഭാഗത്തുള്ള നാര് കട്ടി കൂടുന്നതിന് മുമ്പ് പറിച്ചെടുക്കണം. വേരുകളാണ് വിളവെടുക്കുന്നതെങ്കിൽ തണുപ്പ് കാലത്ത് അതെടുക്കരുത്. കാരണം തണുപ്പ് കൂടുമ്പോൾ ഇതിൻ്റെ വേരിൻ്റെ വലിപ്പവും ഗുണമൊക്കെ കൂടും. അപ്പോൾ അത് കൂട്ടിക്കിട്ടണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേണം ഇതെടുക്കാനായിട്ട്. സാധാരണയായി പൊതുവെ കീടാക്രമണങ്ങൾ കുറവാണ്. ഇലകൾ പ്ലാസ്റ്റിക് ബാഗുകളിലാക്കി അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയോളം കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും. പാർശ്വഫലങ്ങളെ നോക്കാം. ചിക്കറി ഭക്ഷണമായിട്ട് കഴിക്കുമ്പോൾ ഗൗരവമായ പാർശ്വഫലങ്ങളുള്ളതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ചിലർക്ക് അലർജി ഉണ്ടാകാറുണ്ട്. നേരത്തെ സൂചിപ്പിച്ചു, കാപ്പിപ്പൊടിയിൽ മായമായിട്ടാണ് ഈ ചിക്കറി ചേർക്കുക. അല്പസ്വല്പം ടേസ്റ്റിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരർത്ഥത്തിൽ അതൊരു മായമാണ്. അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ചില കാര്യങ്ങളാണ് പറയുക. ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് ഉപരിതലത്തിൽ കാപ്പിപ്പൊടി വിതറിക്കഴിഞ്ഞാൽ യഥാർത്ഥ കാപ്പിപ്പൊടി വെള്ളത്തിന് മുകളിൽ നിൽക്കും. ചിക്കറി ഉണ്ടെങ്കിൽ അത് നിമിഷങ്ങൾക്കുള്ളിൽ താഴത്തേക്ക് പോകും. മിക്കപ്പോഴും ചിക്കറി പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കുന്നതിനായി അതിൽ കാരമൽ നിറം ചേർത്ത ചിക്കറിയാണ് ഉപയോഗിക്കുക. അങ്ങനെയുള്ള ചിക്കറിയാണ് ഉപയോഗിക്കണമെങ്കിൽ ഈ തരികൾ വെള്ളത്തിലേക്ക് താഴുമ്പോൾ വെള്ളത്തിൽ തവിട്ട് വരകൾ പോലെ ഉണ്ടാകുന്നത് കാണാൻ പറ്റും. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.